ഹായ്, ഞാൻ സലു. ഇന്ന് കാണിക്കുന്ന വീഡിയോ സ്ഥലപരിമിതികളുള്ളവർക്ക് എങ്ങനെ ചെറിയ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ജാൻസി മാഡമാണ്. കഴിഞ്ഞ വീഡിയോയിൽ സീസണൽ പ്ലാന്റ്സ് വാങ്ങി നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് ജാൻസി മാഡത്തിൻ്റെ വാക്കുകളിലൂടെ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ചെടികളോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് ചെടിച്ചട്ടികളിലും അതുപോലെ സ്ഥലപരിമിതിയുള്ള വീടുകളിൽ കുറച്ച് സ്ഥലത്തൊക്കെ നമുക്ക് ഫ്രൂട്ട്സും അതുപോലെ മറ്റ് മാവ്, സപ്പോട്ട, അമ്പഴം, പേരകൾ ഇതൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അധികം സ്ഥലം പോകും, ഇതിന് വലിയ സ്ഥലം വേണമെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. ഞാൻ അങ്ങനെ നമ്മുടെ ഈ ചെറിയ സ്ഥലം ഉള്ള വീട്ടിൽ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ 5 സെൻറ്റ് സ്ഥലമുള്ളൂ. അതിനകത്ത് ചെടികളും അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൂട്ട്സും അതിൻ്റെ ഇതൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് പരിചയപ്പെടുത്താണ്. ഒരു 3-4 ടൈപ്പ് നമ്മുടെ വീട്ടിൽ നിത്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നതാണ്. എല്ലാവരുടെയും വീടുകളിൽ തന്നെ ഉണ്ടാകും, എങ്കിലും ചിലർക്കിതൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലുള്ള ചില ചെറിയ ഫ്രൂട്ട്സിനെ പറ്റിയിട്ടൊന്ന് പരിചയപ്പെടുത്തുന്നു കേട്ടോ. നമ്മുടെ തോട്ടത്തിൽ അല്ലെങ്കിൽ സ്ഥലം കുറവുള്ള വീടുകളിൽ കുറച്ച് സ്ഥലത്തെങ്കിലും നമുക്ക് ചട്ടികളിലോ അല്ലെങ്കിൽ താഴെ വയ്ക്കാൻ പറ്റിയ ഒരു മാവാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്. ഇത് സോണിയ എന്ന് പറയുന്നൊരു മാവാട്ടോ. ഈ മാവിൻ്റെ പേരാണ് സോണിയ. ഇത് വികസിപ്പിച്ചെടുത്തത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടിയിൽ സ്വപ്നചിത്ര എന്ന് പറഞ്ഞൊരു നഴ്സറി ഉണ്ട്. ആ നഴ്സറി നിങ്ങൾക്ക് പലർക്കും ഇത് അറിയാമായിരിക്കാം. ഒത്തിരി ഫ്രൂട്ട്സിൻ്റെയും ചെടികളുടെയും കളക്ഷൻസ് ഉള്ള ഒരു നഴ്സറിയാണ്. ഞങ്ങളുടെ പുതിയ വീട് വെച്ചതിന് ശേഷം ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്കിങ്ങനെ ഫ്രൂട്ട്സും ചെടികളൊക്കെ വെക്കണമെന്ന് ആഗ്രഹിച്ചപ്പോഴൊക്കെ ഞങ്ങൾ ഓരോ കാര്യങ്ങളും വാങ്ങിയത് ആ സ്വപ്നചിത്ര എന്ന് പറഞ്ഞ നഴ്സറിയിൽ നിന്നാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഈ മാവ് കണ്ടാൽ അറിയാൻ, കണ്ടോ, വളരെ ചെറിയ മാവാണ്. ഇത് വെച്ചിട്ട് 4 വർഷം കഴിഞ്ഞു. 4 വർഷം മുമ്പ് ഇത് കൊണ്ടുവരുമ്പോൾ ഇതിനകത്ത് ചെറിയ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ മാവായിരുന്നെങ്കിലും അതുമ്പോൾ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ ആദ്യത്തെ പൂക്കാനായിട്ട് അല്ലെങ്കിൽ മാങ്ങ ഉണ്ടാവാൻ അനുവദിച്ചില്ല, അത് കളഞ്ഞു. അത് കഴിഞ്ഞ് അതൊന്ന് നട്ട്, ഞാനിത് താഴെയാണ് നട്ട് കേട്ടോ. ചട്ടിയിൽ നമുക്ക് നടാം. വലിയ ചട്ടികളാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മാങ്ങ, അതായത് വേനൽക്കാലത്തും വർഷക്കാലത്തും കിട്ടുന്ന ഒരു മാവാണ് സോണിയ. അപ്പോൾ ഇതുപോലെ തന്നെ വലിയൊരു മാവും സോണിയുടെ ഉണ്ട്. അതിൽ നിന്ന് നല്ല ഫലം കിട്ടിയപ്പോഴാണ് തോട്ടത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു മാവും കൂടി വെച്ച് കൊടുക്കാന്നുള്ളൊരു ആശയം വന്നത്. കാരണം വർഷക്കാലത്തും വേനൽക്കാലത്തും നമുക്ക് കറിക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് മാങ്ങ കിട്ടും എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഈ മാവ് വീണ്ടും വെച്ചത്. ഇത് കറി വയ്ക്കാനാണ് ഏറ്റവും ടേസ്റ്റ്, അല്ലെങ്കിൽ ചമ്മന്തി അരയ്ക്കാനായിട്ട്. ഒരു നല്ല പ്രത്യേക സ്മെല്ലാണ്, നമ്മുടെ നല്ല നാട്ടുമാവിൻ്റെ മാങ്ങയുടെ സ്മെല്ലാണ്. അതുപോലെ പഴുത്ത അത്ര ടേസ്റ്റി അല്ല, എങ്കിലും കൊള്ളാം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറയാം, നമ്മുടെ വീട്ടിൽ ഈ മാവ് കൊണ്ടുവരണം. എന്തെങ്കിലും കാരണത്തിൽ ആവശ്യമാല തൃശ്ശൂർ ജില്ലയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, തൃശ്ശൂർ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അവിടെ ഒന്ന് കയറണം. അവിടെ ഒത്തിരി ഫ്രൂട്ട്സ് നമുക്ക് കൊണ്ടുവന്നാൽ നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പ് തരുന്ന രീതിയിലാണ് അവരത് നമുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മാവ് നിങ്ങളെ പരിചയപ്പെടുത്താണ് സോണിയ. അധികം പൊക്കൊന്നും പോവാതെ തന്നെ, കണ്ടോ ഈ മാങ്ങയുടെ വലിപ്പം നോക്കി. ഇപ്പോൾ അതുപോലെ ഇതിപ്പോൾ കണ്ണിമാങ്ങ ഇഷ്ടംപോലെ ആയി തുടങ്ങി, കണ്ണിമാങ്ങ. അപ്പോൾ ഇത് ഏത് സമയത്തും നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് കിട്ടാവുന്ന രീതിയിൽ മാങ്ങ ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇത് വീട്ടിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നു അത് സ്വപ്നചിത്രയിൽ മാത്രമേ സോണിയ ഉള്ളൂ എന്ന് തോന്നുന്നു. കാരണം അവരാണ് ഇത് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മാവാണ്. ഇതിൻ്റെ മാങ്ങ നല്ല മാംസളമാണ്, കറി വയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പഴുത്താൽ അത്ര മധുരം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഈ മാവ് പരിചയപ്പെടുത്തുന്നത് വലിയ മാവുകളൊക്കെ കൊണ്ടുവന്ന് നമുക്ക് പിന്നെ അതുപോലെ മറ്റുള്ള മാങ്ങകൾക്ക് നമ്മൾ ബഡ് ചെയ്ത മാവുകൾ വാങ്ങുമ്പോൾ മാങ്ങയ്ക്ക് കേട് വരുന്ന പോലെ, പുഴു വരുന്ന പോലെ ഒരു പ്രശ്നം ഈ മാങ്ങയ്ക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതുവരെ ഒരു മാങ്ങ പോലും കേട് വന്ന് പോയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മാങ്ങ തന്നെ നിങ്ങളോടൊന്ന് വാങ്ങാൻ പറയുന്നത്, ഈ മാവ് തന്നെ. അതിന് വലിയൊരു മാവും ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിലിതിപ്പോൾ മാങ്ങ പറിച്ച് തീരാറായി. എല്ലാ സീസണിലും ഉണ്ടാവും. വർഷക്കാലത്ത് പൂക്കൾ തല്ലിത്തൊഴിച്ച് മഴ വന്ന് പോവാതിരുന്നാൽ എല്ലാ സീസണിലും ഈ മാങ്ങ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ സോണിയ മാമ്പഴം മാങ്ങ ഞാൻ പറിച്ചതേ പൂളി കേട്ടോ. മാങ്ങ നിങ്ങളൊന്ന് കാണിക്കാനാണ്. ഇതുണ്ടോ,
എത്ര വിളഞ്ഞ് നമുക്ക് കിട്ടും. അതുപോലെ ഇതുണ്ടോ, ഇത് നല്ല ഉറപ്പുള്ള മാങ്ങയാണ്. മീനിൻ്റെ കൂടെ അതുപോലെ നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ, അതുപോലെ മാമ്പഴം, ഈ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് സവോളയും പച്ചമുളകും അതുപോലെ മുളക് പൊടിയൊക്കെ ഇട്ട് നമുക്കൊന്ന് ഉപ്പൊക്കെ ചേർത്ത് തിരുമ്മിയാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ സ്വപ്നചിത്രയിൽ നിന്ന് കൊണ്ടുവന്ന വേറൊരു മാവാണ് മൂവാണ്ടൻ. ഇത് ഇപ്പോൾ പൂത്ത് നിറയെ മാങ്ങകളായി തുടങ്ങി, കണ്ണിമാങ്ങ. ഇതും നമുക്ക് എപ്പോഴും മാങ്ങ തരുന്നതാണ്. ചില മാവുകളൊക്കെ കേട്ടിട്ടുണ്ട് 1.5 വർഷമാണ് പൂക്കുള്ളൂ എന്നൊക്കെ. പക്ഷേ ഈ മാവ് അങ്ങനെയല്ല. ചില സമയത്ത് ഇത് വർഷക്കാലത്ത് ഇതുമ്പോൾ പൂവ് ഉണ്ടായിരിക്കുന്നതും ഓരോ കുഞ്ഞു മാങ്ങകളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാം. അപ്പം നല്ല ഇനം മാവുകൾ നോക്കി നിങ്ങൾ വാങ്ങിയാൽ അധികം സ്ഥലവും പോകില്ല. നമുക്ക് നമ്മുടെ തോട്ടത്തിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നല്ലൊരു വലിയ എന്താ പറയുക കവറിലോ ചാക്കിലോ ചട്ടിയിലോ ഒക്കെ നടാവുന്ന മാവുകൾ കിട്ടും കേട്ടോ. അത് നിങ്ങളൊന്ന് സ്വന്തമാക്കണം. തൃശ്ശൂർ ജില്ലയിൽ ഈ സ്വപ്നചിത്രയാണ് എനിക്ക് കുറച്ച് എന്താ പറയുക നല്ല രീതിയിൽ എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള വൃക്ഷത്തൈകളും അതുപോലെ ഫ്രൂട്ട്സും ചെടികളൊക്കെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനതൊന്ന് പരിചയപ്പെടുത്തിയത്. തോട്ടത്തിലെ ചെടികളുടെ ഒപ്പം തന്നെ ചട്ടികളിൽ നമുക്ക് വയ്ക്കാൻ പറ്റിയ ഒരു ഇസ്രായേൽ അത്തി എന്ന് പറയുന്ന ഒരു ചെടി എന്ന് പരിചയപ്പെടുത്താണ്. ഇതാണ് ആ ചെടി. അധികം വലിപ്പമൊന്നും വയ്ക്കുന്നതല്ല, പക്ഷെ ഓരോ മുട്ടിലും ഇതുപോലെ പഴങ്ങളുണ്ടായി. പൂവല്ല, നേരെ കായ തന്നെയാണ് വരുന്നത്. ഞാൻ വിചാരിച്ചത് പൂവായിട്ട് വരും എന്നിട്ട് കായാവുന്നതാണ്, പക്ഷെ ഇതൊരു വെറൈറ്റിയാണ്. നേരെ കായയാണ് വരുന്നത്. അത്തിപ്പഴം, ഇസ്രായേൽ അത്തി. ഇതാണ് ഡ്രൈ ഫ്രൂട്ടായിട്ടൊക്കെ നമുക്ക് വരുന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇതിൻ്റെ ഒരു 4 പഴം പറിച്ചു. പക്ഷേ അത് എന്താ പറയുക, ഞങ്ങൾ അതിന് മൂപ്പ് ശരിക്കും അറിയില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് മഞ്ഞ കളറായപ്പോൾ പറിച്ചപ്പോൾ ഇളം മധുരമായിരുന്നു. പക്ഷേ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് കുറച്ചും കൂടി ഒന്ന് പഴുത്താൽ നല്ല മധുരമായിരിക്കുന്നു. അപ്പോൾ ഇത് വിളഞ്ഞിട്ടുണ്ട്, അതുപോലെ പൊട്ടി. അപ്പോൾ ഞങ്ങളത് പറിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും ഈ അത്തിപ്പഴത്തിൻ്റെ ഇത് പിടിക്കും, നന്നായിട്ട് കായ ഉണ്ടാവും എന്നാണ് കേട്ടോ. ഇതിൻ്റെ പോട്ടി മിശ്രിതം സാധാരണ ചെടികളുടെ പോട്ടി മിശ്രിതം തന്നെയാണ് ഞാനിട്ടത്. ചാണകപ്പൊടിയും എല്ലുപൊടിയും അതുപോലെ വേപ്പ് പിണ്ണാക്ക്, ചകിരിച്ചോറ് ഇതെല്ലാം ചേർന്ന് മിശ്രിതത്തിലാണ് പോട്ടി മിശ്രിതത്തിൽ ചട്ടിയിൽ നിറച്ചിട്ടാണ് ഇത് നട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് പറിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ വീണ്ടിട്ടുണ്ട്. നല്ല ഉള്ളൊക്കെ നല്ല റെഡിഷ് ആയിരിക്കും. നല്ല നന്നായിട്ട് മൂത്തതുകൊണ്ട് നല്ല മധുരം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. നഴ്സറിയിൽ കിട്ടുകയാണെങ്കിൽ ഇത് വാങ്ങിക്കോളൂ. ഇത് അത്തിപ്പഴം ഞാനൊന്ന് പറിച്ച് നിങ്ങൾക്ക് അതിൻ്റെ അകമൊന്ന് കാണിച്ചത് ഇതുപോലെ ഇരിക്കും കേട്ടോ. 2 ദിവസം കൂടി നിന്നായിരുന്നെങ്കിൽ ഒന്നും കൂടി ഒന്ന് റെഡ് ആയതിനെ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പറിച്ച് നിങ്ങളെ കാണിച്ചു തരാനാണ്. ഇതാണ് ഇതിൻ്റെ അകത്തെ ഭംഗി. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അമ്പഴങ്ങ കേട്ടോ. ചെടി അമ്പഴങ്ങ എന്നും പറയാം, അല്ലെങ്കിൽ എന്താ പറയുക ഗ്രാഫ്റ്റ് ചെയ്ത നമ്മുടെ ഹൈബ്രിഡ് അമ്പഴങ്ങയാണിത്. ഇത് കണ്ടല്ലോ, ഇതും ലോണിലാണ് ഇരിക്കുന്നത്. ചെടിച്ചട്ടിയിൽ നമുക്ക് വളർത്താം, വലിയ ചട്ടികളാണെങ്കിൽ വളർത്തിയെടുക്കാം. ഇതും ഇതുപോലെ തന്നെയാണ്, ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഉള്ളിലിങ്ങനെ ഹാർഡൊന്നും അല്ലാത്തതുകൊണ്ടേ നമുക്ക് മാങ്ങയൊക്കെ ചമ്മന്തി അരയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ കറിക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, മാങ്ങ ചമ്മന്തി അരയ്ക്കുന്ന പോലെ നമുക്ക് ഇതിനകത്ത് ഇഞ്ചിയും തേങ്ങയും അതുപോലെ പച്ചമുളകൊക്കെ ചേർത്ത് അരച്ച് ചമ്മന്തിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതും മിക്കവാറും വീടുകളിൽ ഇപ്പം ഉണ്ട്, മിക്ക നഴ്സറികളിലും ഉണ്ട്. അപ്പോൾ ഇതും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ, ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചെടിയെപ്പറ്റി, ഈ അമ്പഴങ്ങ ചെടിയെപ്പറ്റി പറയുകയാണ്. ഇതും നമുക്ക് തോട്ടത്തിൽ ഇതെപ്പോഴാണെന്ന് വെച്ചാൽ എപ്പോഴും നമുക്കിതുപോലെ കായ തരും. ഓരോ ട്രിപ്പ് ഇങ്ങനെ പൂക്കും, അത് കഴിഞ്ഞ് അതിൻ്റെ കായ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാനത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ കായ. ഇത് കുറേ പൊട്ടിച്ച് തീർത്തു കേട്ടോ. അതാണ് ഇപ്പോൾ ഇതിനകത്ത് പൂക്കളാണ് ഇപ്പോൾ കൂടുതൽ. ഇതും ഞാൻ സ്വപ്നചിത്രയിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നത് കേട്ടോ. ഇത് മിക്ക നഴ്സറികളിലും അവൈലബിൾ ആണ്. അമ്പഴത്തിൻ്റെ അകം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കണ്ടോ, നല്ല മാംസളാണ്, എപ്പോഴും ഇതുപോലെ ഇരിക്കും. അധികം നമ്മുടെ നാടൻ അമ്പഴത്തിൻ്റെ ഇത് ചകിരി പോലെ ഇരിക്കും ഉള്ളിൽ. ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനേ പറ്റില്ല. പക്ഷെ ഇത് മൂക്കുന്തോറും ഇളം മധുരം വരും. നമുക്ക് വെറുതെ തിന്നാനും നല്ലതാണ് കേട്ടോ അമ്പഴം. ഇതിൻ്റെ അകം കണ്ടോ, കായ അതിൻ്റെ ചകിരി പോലുള്ളൊരു ഭാഗം കുറവാണ്. അതുപോലെ തന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നൊരു പേര കേട്ടോ ഇത്. ഇതിൻ്റെ നല്ല റൗണ്ടിൽ നല്ല ഉരുണ്ട് വലിപ്പം വയ്ക്കുന്ന, ഉള്ളിൽ നല്ല മാംസളമായിട്ടുള്ള കായ കുറവുള്ള ഒരു പേരയാണിത്. പേര് എനിക്കറിയില്ല കേട്ടോ. ഇതും ഞാൻ സ്വപ്നചിത്രയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ആവശ്യത്തിന് ഏത് സമയവും മഴക്കാലത്തും എന്താ പറയുക, ഫ്രൂട്ട്സിന് ഈ പേരയ്ക്കൊന്നും അങ്ങനെ സീസൺ ഇല്ലയെന്ന് തോന്നുന്നു. എപ്പോഴും പേരയ്ക്ക ഉണ്ടാവും ഇതുമ്മ.
അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അധികം മുകളിലേക്ക് പോവാതെ സ്ഥലം കുറേ കളയാതിരിക്കാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മുകളിലേക്ക് പോകുന്ന കുറച്ച് കൂടുതൽ കമ്പുകൾ പോകണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റ കമ്പായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് മുറിച്ച് നിർത്തി. എന്നിട്ട് അതിൽ നിന്ന് ഇതുപോലെ ഇലകൾ കുറേ കമ്പുകളുണ്ടായി. അത് കഴിഞ്ഞ് ഈ കമ്പുകൾ വീണ്ടും മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ കമ്പുകളുടെ മുകളറ്റത്ത് അതായത് തുമ്പത്തായിട്ട് കുറച്ച് വെയിറ്റുള്ള കല്ല് താഴത്തേക്ക് കെട്ടി തൂക്കിയിട്ടേക്കാം. അപ്പോൾ അവർ അധികം മുകളിലേക്ക് പോകാതെ താഴത്തേക്ക് തന്നെ ഇതുപോലെ പടർന്ന് വരും. അപ്പോൾ നമുക്ക് പറിക്കാനൊക്കെ എളുപ്പമാണ്. കണ്ടോ, അധികം പൊക്കത്തിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒത്തിരി പേരക്കുണ്ടായിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല മാംസളമായിട്ട് നമുക്ക് തിന്നാനൊക്കെ നല്ല രസമാണ്. എപ്പോഴും പേരയ്ക്ക് തരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഇതും ഞാൻ വാങ്ങിയത് നമ്മുടെ സ്വപ്നം ചിത്രയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പുതിയ വീട് വയ്ക്കുന്നവർക്കോ അല്ലെങ്കിൽ വീട്ടിൽ സ്ഥലം ഉണ്ടെന്ന് ഒന്നും നടാതിരിക്കുന്നവർക്കൊക്കെ ഒരു അറിവിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഏതെങ്കിലും സമയത്ത് കൊരട്ടി ഭാഗത്ത് തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വപ്നം ചിത്രയിൽ വന്ന് അവിടെ ഒത്തിരി വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട്. നിങ്ങളത് അതിൻ്റെ വാങ്ങിച്ചുകൊണ്ട് പോകണം. കാരണം അവർ തന്നെ വികസിപ്പിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും അത് ഉണ്ടായി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. കണ്ടോ, പേരയ്ക്ക എന്നും ഞങ്ങൾക്ക് കിട്ടാവുന്ന എന്താ പറയുക, നമ്മുടെ ആവശ്യത്തിന് അധികം. ഞാനിപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ എൻ്റെ ബാഗിൽ പേരയ്ക്കുണ്ടാവും. അപ്പോൾ ഇത് നല്ല രസമാണ്. നിങ്ങൾ ഇതൊന്ന് നടാൻ നോക്കണം. നമ്മുടെ വീടുകളിൽ ഇതൊക്കെ വേണ്ടതാണ്. ഈ പേരക്കയുടെ ഇതൊന്ന് പൊട്ടിച്ച് നിങ്ങളെ ഉള്ളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അകം ഇതുപോലെ ഇരിക്കും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നന്നായിട്ട് വിളഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, എൻ്റെ അകം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതും സ്വപ്നചിത്രം എന്ന് വാങ്ങിയ മറ്റൊരു പേരയാണ്. ഇത് ഇതുപോലെ തന്നെ നിറച്ച് പേരയ്ക്ക് ഉണ്ടാക്കി കിട്ടുന്നതാണ്. അധികം പൊക്കം പോകാതെ തന്നെ. ഇത് നമുക്ക് ചട്ടികളിലൊക്കെ വെക്കാം കേട്ടോ. ഞാൻ അതാണ് നിങ്ങളോട് പറയുന്നത്. അധികം സ്ഥലമൊന്നും ഇതിന് പോകില്ല. പക്ഷേ താഴെ നട്ടാൽ കുറച്ചധികം നമുക്ക് വലിയ മരമായിട്ട് വരും. കുറച്ച് കൂടുതൽ കായ ഉണ്ടാവും. ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നല്ല റെഡാണ്. ഇതുപോലെ നീണ്ടിട്ടാണ് ഉണ്ടാവുക. കണ്ടോ, ഇതുപോലെ നീണ്ടിട്ടാണ് ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ നല്ല റെഡാണ്. ഞാനിപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് പറിച്ചതാണ്. കണ്ടോ, ഇതുപോലെ നല്ല റെഡായിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് തിന്നാനും അത് കാണാനും ഒക്കെ ഒരു കൗതുകമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ വെളുത്ത പേരയ്ക്കും അതുപോലെ റെഡ് കളറായിട്ടുള്ള പേരയ്ക്കുണ്ട്. പല കളറിലുള്ളതുണ്ട്. വയലറ്റ് പേരയ്ക്കുണ്ട്. പിന്നെ ഇവിടേക്ക് സ്ഥലം ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി സാധനങ്ങൾ നട്ടിരിക്കുന്നതുകൊണ്ട് ഞാനത് കുറച്ചൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഒത്തിരി ഇഷ്ടമുള്ള കുറേ ഫ്രൂട്ട്സ് ഉണ്ട് അവിടെ. സ്റ്റാർ ഫ്രൂട്ട്, അതുപോലെ നമുക്ക് വീട്ടിൽ ചട്ടികൾ വെക്കാൻ പറ്റിയ ഒത്തിരി ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട് കേട്ടോ. പറ്റുന്നുണ്ടെങ്കിൽ നേഴ്സറി ഒന്ന് വന്ന് കാണും. ഞാനിതൊരു പ്രൊമോട്ട് ചെയ്യുന്നതൊന്നുമല്ല നേഴ്സറിനെ. കാരണം എനിക്ക് കിട്ടിയ നല്ല എന്താ പറയുക ഗുണങ്ങൾ, നല്ല ഫലം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയെന്നുള്ളൂ. നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഔഷധ ഗുണം നൽകുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല പോഷകം കിട്ടുന്ന ഒരു പല അസുഖങ്ങൾക്കും പ്രതിവിധിയായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ഡോക്ടേഴ്സ് പറയുന്ന ഒരു ഫ്രൂട്ടാണ് ഇത്, സപ്പോട്ട. ഇതും നമ്മുടെ വീട്ടിൽ ഒരു മരം ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. കാരണം എപ്പോഴും ഇതുമ്പോൾ പഴം ഉണ്ടാകും. ഇതും ഞാൻ മേടിച്ചത് സ്വപ്നചിത്രയിൽ നിന്നാണ്. ഞാൻ സ്വപ്നചിത്ര പ്രൊമോട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്. കാരണം നല്ല കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടിയാലും നമ്മളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് കേട്ടോ ഞാൻ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സപ്പോട്ടയും ഞാൻ തോട്ടത്തിൽ നമ്മുടെ കുറച്ച് സ്ഥലം ഉള്ളിടത്താണ് ഞാൻ ഇതൊക്കെ നട്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പുള്ള വീഡിയോയിലും. സപ്പോട്ട. നിങ്ങളുടെ വീട്ടിൽ ഫ്രൂട്ട്സിൻ്റെ ഏതെങ്കിലും മരങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.